ഹായ്, ഇന്ന് ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി കുഞ്ഞൻ കൊഴുക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. രാവിലെയും വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടാണ്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. തിളച്ച വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 1.5 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന ആ പൊടിയാണ്, ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടത് വാട്ടി കുഴച്ചെടുക്കാം. ഇനി അത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഇതുപോലെ നല്ലപോലെ കുഴച്ചെടുക്കാം. സോഫ്റ്റ് ആക്കി എടുക്കാം മാവ്. ഇനി കയ്യിലേക്ക് അല്പം എണ്ണ തടവിയതിന് ശേഷം ചെറിയ ചെറിയ ബൗൾസ് ആക്കി എടുക്കണം. ചെറിയ ചെറിയ ഇതായിട്ട് ഇതുപോലെ ഉരുട്ടി കയ്യിൽ വെച്ച് ഉരുട്ടി ഇതുപോലെ ആക്കിയെടുക്കുക. ഷേപ്പ് ചെയ്തെടുക്കുക. ഷേപ്പ് ചെയ്തെടുക്കാൻ അല്പം പണിയാണെങ്കിലും കഴിക്കാൻ അടിപൊളിയാണ്. ചെറിയ ചെറുതാക്കി എടുക്കണ്ടേ, എന്നാലും ഒത്തിരി സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഓരോന്നും ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഇതാ ഫുള്ളായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ചെറിയ ചെറിയ ബൗൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇഡലി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് വാഴയില ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം, വാഴയിലയിൽ വാട്ടിയെടുക്കുമ്പോൾ നല്ല ഇതല്ലേ, രുചിയൊക്കെ വരുമ്പോൾ നല്ലതല്ലേ വാഴയിലക്കകത്ത് വേവിച്ചെടുക്കുമ്പോൾ. അപ്പോൾ അതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ കുഞ്ഞൻ ബൗൾസ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഫുൾ ബൗൾസും അതിനകത്തേക്ക് ഇഡലി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതാ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയതാണ് വെന്തോന്ന്. പിന്നെ മാവ് വാട്ടിക്കുഴച്ചുകൊണ്ട് തന്നെ ഒത്തിരി സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും. അങ്ങനെ കുഞ്ഞൻ കൊഴുക്കട്ട വെന്ത് വന്നിട്ടുണ്ട്. ഇനി മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് അല്പം കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ചെറിയുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ചെറിയുള്ളി ചതയ്ക്കുന്നതോടൊപ്പം തന്നെ 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ചതച്ചെടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് അല്പം വറ്റൽമുളക് പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്പൈസി ആയിട്ടുള്ള കൊഴുക്കട്ടയായതുകൊണ്ട് തന്നെ അതിനകത്ത് വറ്റൽമുളക് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതാ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ ചിരവിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആ തേങ്ങയുടെ വെള്ളമയൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രൈ ആയി വരുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇതിപ്പോൾ തേങ്ങയൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്, കളർ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നേരത്തെ തയ്യാറാക്കിയ കൊഴുക്കട്ട കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അരപ്പൊക്കെ ഫുള്ളായിട്ട് അതിൽ പിടിക്കുന്ന പോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ ചൂട് ചായയുടെ കൂടെയൊക്കെ അടിപൊളിയാണ്. കറിയൊന്നും ആവശ്യമില്ല. വൈകുന്നേരങ്ങളിലോ രാവിലെകളിലോ കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുക. എരിവും തേങ്ങയുടെയൊക്കെ ഫ്ലേവർ എല്ലാം കൂടി ആകുമ്പോൾ അടിപൊളിയാണ്. അപ്പം ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇത് ബീഫ് കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ഞങ്ങൾ ബീഫ് കറിയും കൂട്ടി കഴിച്ചായിരുന്നു, അടിപൊളിയായിരുന്നു. അല്ലാതെയും കഴിക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.